മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറന്നു. ഇപ്പോൾ 20 വരെയാണ് നമുക്ക് ദർശനം നടത്താനുള്ള ഒരു സൗകര്യമുള്ളത്. ഒപ്പം കിരൺ ചേരുന്നുണ്ട് ഇപ്പോൾ ശബരിമലയിൽ നിന്നും. കിരൺ, ഇപ്പോൾ മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നിരിക്കുന്നു. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളടക്കം നിരവധി പേർ ഇപ്പോൾ അയ്യനെ തൊഴാനായി എത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ. മുമ്പാണ് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ശബരിമല നട തുറന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മണ്ഡല മഹോത്സവത്തിന് ശേഷം നട അടച്ചു കിടക്കുകയായിരുന്നു. 2 ദിവസമായി അടഞ്ഞു കിടന്ന ശബരിമല നട ഇന്ന് ശബരിമല മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് നട തുറന്നത്. ഇനി 20-ാം തീയതി വരെ, അതായത് ജനുവരി 20 വരെ ശബരിമലയിൽ ദർശനമുണ്ടാകും. 15-ാം തീയതിയാണ് മകരവിളക്ക്. മകരവിളക്കിനോടനുബന്ധിച്ച് ഈ ദർശന സമയം, അതായത് ഈ ഉള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും നിരവധി ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അല്പസമയം മുമ്പ് ഈ നട തുറന്നതിന് ശേഷം മേൽശാന്തി എത്തി സന്നിധാനത്തിന് താഴെ ആഴിയിൽ തീ പകരുകയുണ്ടായിരുന്നു. തീ പകർന്നതിന് ശേഷം 18-ാം പടി തുറന്ന് അയ്യപ്പന്മാരെ 18-ാം പടി ചവിട്ടിനായിട്ട് കടത്തി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ മണിക്കൂറുകളായി തന്നെ താഴെ കാത്തിരിക്കുകയായിരുന്നു. സന്നിധാനം തുറക്കുന്നതിന് വേണ്ടി, ശ്രീകോവിൽ തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഈ നട തുറന്നത്. ഇത്രയും നേരം അയ്യപ്പന്മാരെല്ലാം തന്നെ നട തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ തിരക്ക്, അയ്യപ്പന്മാരുടെ ക്യൂ നിലവിലിപ്പോൾ ശബരിപീഠം വരെ നീണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ ഈ തിരക്ക് കുറയും എന്ന തരത്തിലുള്ളൊരു പ്രതീക്ഷ കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അതായത് അയ്യപ്പന്മാരെ വലിയ രീതിയിൽ ക്യൂവിലൊന്നും തന്നെ പിടിച്ചിടില്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പോലെയുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ മരക്കൂട്ടത്തിലെ ക്യൂ കോംപ്ലക്സിലടക്കം അയ്യപ്പന്മാരെ മണിക്കൂറുകളോളം കാത്തിരുന്നതായി വലിയൊരു ആക്ഷേപമാണ് കഴിഞ്ഞ തവണ, അതായത് ഈ മണ്ഡല പൂജയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം. ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 ദിവസത്തേക്ക് ക്യൂ കോംപ്ലക്സിൽ അയ്യപ്പന്മാരെ തടഞ്ഞു നിർത്തില്ല. പകരം ഈ ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് ഇതിനുള്ളിൽ കയറി, ക്യൂ കോംപ്ലക്സിനുള്ളിൽ കയറി വിശ്രമിക്കുകയോ മറ്റ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയോ വേണമെങ്കിൽ മാത്രം ഈ ക്യൂ കോംപ്ലക്സിൽ കയറിയാൽ മതി. ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 2 ദിവസം ക്യൂ കോംപ്ലക്സ് പൂർണ്ണമായിട്ട് തുറന്നിടുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുള്ളത്. ഏതായാലും മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ശബരിമല നട തുറന്നിരിക്കുകയാണ്. ഇനി ജനുവരി 13 വൈകിട്ട് ക്ഷേത്രത്തിൽ ശുദ്ധക്രിയകൾ നടക്കും. ജനുവരി 14 രാവിലെ ബിംബ ശുദ്ധിക്രിയ ഉണ്ടാവും. ജനുവരി 15 മകരവിളക്ക്. അന്ന് വെളുപ്പിനെ 2:46 മുഹൂർത്തത്തിലുമാണ് ശബരിമലയിൽ മകരസംക്രമ പൂജ നടക്കുക. കൂടാതെ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എരുമേലിപ്പേട്ടതുള്ളൽ, അത് ജനുവരി 12 നടക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര 13-ാം തീയതി പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിക്കും. ജനുവരി 15 മുതൽ 19 വരെ ശബരിമലയിൽ എഴുന്നള്ളിപ്പ് ഉണ്ടാകും. 19-ാം തീയതിയാണ് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്. ജനുവരി 20 വരെയാണ് ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല ക്ഷേത്രം നട തുറന്നിരിക്കുന്നത്. മഞ്ജുഷ. കിരൺ, പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ മകരവിളക്ക് മഹോത്സവത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസുകാരടക്കം ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്? മഞ്ജുഷ, നിലവിൽ ഇപ്പോഴുള്ള തിരക്ക് ഈ കുറേ നേരമായി അയ്യപ്പന്മാർ കാത്തിരിക്കുക. അതായത് ഉച്ച മുതലാണ് അയ്യപ്പന്മാരെ പമ്പയിൽ നിന്ന് കയറ്റി വിട്ടു തുടങ്ങിയത്. നീലിമലയിലേക്ക് കടത്തിവിടുന്ന ആരംഭിച്ചത്. അതിനുശേഷം എത്തിയ അയ്യപ്പന്മാർ ഉച്ച മുതൽ തന്നെ നടപ്പന്തലിൽ കാത്തിരിക്കുകയായിരുന്നു. വൈകിട്ട് 5 മണിക്ക് നട തുറന്നതിന് ശേഷം ദർശനം നടത്താനായിട്ട്. ഈ കാത്തിരുന്ന അയ്യപ്പന്മാരുടെ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അല്പസമയം മുമ്പാണ് നട തുറന്ന് ആഴിയിലേക്ക് തീ പകർന്ന് പിന്നീട് 18-ാം പടി തുറന്നുകൊടുത്ത് അയ്യപ്പന്മാരെ ശ്രീകോവിലിന്റെ സമീപത്തേക്ക്, സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയതുള്ളത്. ഇതുകൊണ്ടുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ വെർച്വൽ ക്യൂ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വെർച്വൽ ക്യൂവിന്റെ ബുക്കിംഗ് പൂർണ്ണമായി തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഈ വരും ദിവസങ്ങളിലും, അതായത് ഈ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും ഈ സ്പോട്ട് ബുക്കിങ്ങിനുള്ള ഒരു അവസരം അത് നേരത്തെ 15,000-ലേക്ക് ഉയർത്തുന്നത് പരിഗണിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാരുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഇത് പരിഗണിക്കും. 15,000-ലേക്ക് ഉയർത്തുന്നത് നിലവിൽ ഇപ്പോൾ 10,000-ആണ്. അതിൽ നിന്ന് 15,000-ലേക്ക് ഉയർത്തുന്നത് പരിഗണിക്കും എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ മണ്ഡല പൂജയ്ക്ക് നടയടക്കുന്നതിന് മുമ്പായിട്ട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ജനുവരിയോടുകൂടി മാത്രമായിരിക്കും പ്രായോഗികമാകുക എന്നുള്ളൊരു കാര്യം കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ക്ഷേത്രത്തിൽ ഈ മണ്ഡലപൂജയോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള തിരക്കുകളും അന്നുണ്ടായിട്ടുള്ള അയ്യപ്പന്മാർക്ക് നേരിടേണ്ടി വന്നതായിട്ടുള്ള ദുരനുഭവങ്ങളും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ, മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ ഈ മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട തുറക്കുമ്പോൾ സ്വീകരിക്കുമെന്നായിരുന്നു കഴിഞ്ഞ തവണ ശബരിമലയിലെത്തിയ ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പോലീസിനെ സജ്ജീകരിച്ച് പോലീസിന്റെ ഒരു വിപുലമായ വിതരണം, അവരെ പല സ്ഥലങ്ങളിലായിട്ട് പോലീസിനെ നിയോഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. 1,800-ഓളം പോലീസുകാരാണ് നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിയിലേക്ക് കയറിയിരിക്കുന്നത്. ഇന്ന് ശബരിമല ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷമുള്ള 5ാമത്തെ പോലീസിന്റെ ടീം ഇന്ന് ചുമതലയേറ്റിട്ടുണ്ട്. 1,800-ഓളം പോലീസുകാരാണ്, അതായത് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 1,800-ഓളം പോലീസുകാർ ഏതായാലും സന്നിധാനത്തുണ്ട്. നിലവിൽ ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും വിപുലമായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇനി വരും ദിവസങ്ങളിലേക്ക് തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെർച്വൽ ക്യൂ അടക്കം പരിശോധിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 80,000-ത്തിലധികമാണ് നിലവിൽ ഇപ്പോൾ വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ സ്പോട്ട് ബുക്കിംഗ് കൂടി പരിഗണിച്ചാൽ ഏതായാലും 1,00,000-ത്തിനടുത്ത് ഇനിയുള്ള ദിവസങ്ങളിലും അയ്യപ്പന്മാരുണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെ കണക്കുകൂട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ഒരു സജ്ജീകരണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത്. മഞ്ജുഷ, കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്തർക്ക് ആവശ്യമായുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൊതുവെ ഉള്ളത് തുടർന്നു പോകുന്നതും ശബരിമല ഭക്തരെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വേഗത്തിലുള്ള ഓരോ നീക്കങ്ങളിലേക്ക് കടന്നത്. കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ശബരിമലയിലെ ഭക്തരുടെ പ്രശ്നങ്ങൾ ഹൈക്കോടതി ഇടപെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ്, അതുപോലെ തന്നെ അതിന് ചേർന്ന് ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള നിലയിലേക്ക് പോലീസും ഒപ്പം അധികൃതരും എത്തിയിരിക്കുന്നത്. മഞ്ജുഷ, ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം 2 തവണയാണ് ഹൈക്കോടതി ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട പ്രത്യേക സിറ്റിംഗ് നടത്തി ഈ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മണ്ഡലകാലത്തിന്റെ ആരംഭത്തിൽ ഈ ഡിസംബർ മാസം ആദ്യഘട്ടത്തിൽ വലിയൊരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുകയും ഭക്തർ വലിയ തരത്തിലുള്ള ദുരിതങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഹൈക്കോടതി ഈ കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിച്ചു. പിന്നീട് ഇത് അനുഭവപ്പെട്ടത് മണ്ഡല മാസത്തിന്റെ അവസാന നാളുകളിലായിരുന്നു. 1,00,000-ത്തിലധികം അയ്യപ്പന്മാർ ആ ദിവസങ്ങളിൽ ശബരിമല മല ചവിട്ടി എത്തി. അന്നത്തെ വലിയൊരു തിരക്ക്, ഈ തിരക്കിൽ അയ്യപ്പന്മാർ വലിയ ദുരിതം അനുഭവിക്കുകയും പലരും ഈ പമ്പയിൽ നിന്ന് മാല ഊരി മടങ്ങുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് വീണ്ടും ക്രിസ്മസിന്റെ ദിവസം ശബരിമല ഹൈക്കോടതി പ്രത്യേകം സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ശബരിമലയിലെ വിഷയങ്ങൾ പരിഗണിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഏതായാലും പിന്നീട് ദേവസ്വം മന്ത്രി തന്നെ സന്നിധാനത്തേക്ക് എത്തുകയും ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരം കാണാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ദേവസ്വം മന്ത്രി പറഞ്ഞത് ശബരിപീഠം തൊട്ട് സന്നിധാനം വരെ 36 കേന്ദ്രങ്ങളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ, അതായത് ബയോ ടോയ്ലറ്റ്, കുടിവെള്ള സൗകര്യങ്ങൾ ഇത് ഒരുക്കും എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന്റെ കാര്യങ്ങൾ പോലും നിലവിലിപ്പോൾ 36 കേന്ദ്രങ്ങളിലും പ്രായോഗികമായിട്ട് ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അവർ പറഞ്ഞിരുന്നത് ഈ ക്ഷേത്ര നട തുറന്ന് 2 ദിവസത്തിനുള്ളിൽ, അതായത് ജനുവരി മാസത്തോടു കൂടി മാത്രമേ ഈ കാര്യം പ്രായോഗികമാകൂ എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണുള്ളത്. ഏതായാലും നിലവിലിപ്പോഴുള്ള ഒരു ഭക്തജനത്തിരക്ക്, അത് ക്ഷേത്ര നട തുറന്നത് കൊണ്ടുള്ള ആളുകളെ, അയ്യപ്പന്മാരെ കൂടുതൽ മണിക്കൂറുകളായി പിടിച്ചിട്ടത് കൊണ്ടുള്ള തിരക്ക് മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ തിരക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ
നിയന്ത്രണ വിധേയമാകും. ഏതായാലും വലിയൊരു തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സജ്ജീകരണം പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. മഞ്ജുഷ, മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറന്നിരിക്കുകയാണ്. ജനുവരി 15-നാണ് മകരവിളക്ക്. ജനുവരി 20 വരെ ഭക്തർക്ക് ദർശനം നടത്താമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും കിരൺ കുമാർ.